നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. പഞ്ചമിതിഥി അപ്ഡേറ്റ് പറയാം. വരാൻ പോകുന്നത് തേയ്പിറ പഞ്ചമി. ഡേറ്റ് വന്നിട്ട് ഫെബ്രുവരി 17 തിങ്കളാഴ്ച, മൺഡേ ആണ്. നിങ്ങൾ പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ 16 സൺഡേ, ഞായറാഴ്ച രാത്രി 7 മണി വരെയാണ് ടൈം. അതിനുള്ളിൽ വരുന്ന പേരുകൾ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. സോ നമ്മുടെ വീഡിയോ തുടർന്ന് കാണുന്നവർക്ക് അറിയാം പഞ്ചമി തിഥിയെ പറ്റി, ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയെല്ലാമെന്ന്. പുതുതായിട്ട് കാണുന്നവർക്ക് ഇതിനെപ്പറ്റിയുള്ള പ്രൊസീജിയർ അറിയില്ല. ബട്ട് ഞങ്ങൾക്കും പേരുകൾ കൊടുക്കണം, അതല്ല ഇത് എന്താണ് എന്ന് ഞങ്ങൾക്കും അറിയണം. അങ്ങനെ കരുതുന്നവർ ഈ വീഡിയോയിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഇതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം റിപ്ലൈ ആയിട്ട് വരുന്നതാണ്. എന്താണ് ഏതാണ് എന്നതെല്ലാം ഫസ്റ്റ് അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. അത്യാവശ്യം എന്നാൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി പേരുടെ റിക്വസ്റ്റിന് അനുസരിച്ച് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. എന്താ വെച്ചാൽ നിറയെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവരുടെ കുലദൈവത്തെ അറിയില്ല എന്ന്. അവർക്ക് അവരുടെ കുലദൈവത്തിനെ അറിയണം, കുലദൈവത്തിന് കൊടുത്ത് നിർത്തണം. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടാവുന്നത് കുലദൈവത്തിന് കൊടുത്ത് നിർത്താത്തത് കൊണ്ടാണ്, പ്രസാദിപ്പിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്, വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള കുലദൈവത്തിനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതിനായിട്ട് വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് അമ്മയുടെ ഒരു മന്ത്രവും ചൊല്ലി ചെയ്യുന്ന ഒരു പരിഹാരമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ പരിഹാരം ചെയ്യാനായിട്ട് ആവശ്യമായ പൊരുൾകൾ എന്താണെന്ന് ആദ്യം നോക്കാം. ഒരു വെറ്റില എടുത്തോളുക, അതായത് വെറ്റിലയുടെ കാമ്പ് നുള്ളിക്കളഞ്ഞ വെറ്റില. പിന്നെ ഒരു കഷ്ണം മഞ്ഞൾ, ഒരു പീസ് മഞ്ഞൾ, കസ്തൂരി മഞ്ഞളൊന്നും എടുക്കരുത്. പിന്നെ കുറച്ച് 1-2 പീസ് പച്ചക്കർപ്പൂരം. ഇതിൻ്റെ കൂടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതാണ് കല്ലുപ്പ്. കല്ലുപ്പ് ഒരു മൺപാത്രത്തിലോ അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ തട്ടുണ്ടല്ലോ, സ്റ്റീലിലെ അടപ്പുണ്ടല്ലോ, അതിൽ എടുത്തോളുക. എടുത്തിട്ട് ഇത് കല്ലുപ്പ് ഈ പാത്രത്തിലോ അല്ലെങ്കിൽ മൺപാത്രത്തിലോ പരത്തി വയ്ക്കണം. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്തിന് ചെയ്യുന്നു എന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിറയെ പേര് വന്നിട്ട് പറയാറുണ്ട് ഞങ്ങൾ ഒത്തിരി പരിഹാരങ്ങൾ ചെയ്യുന്നു, ദൈവത്തെ പ്രാർത്ഥിക്കുന്നു, എന്നാൽ ഒന്നും അതിന് ഫലം ലഭിക്കുന്നില്ല. ഏതോ ഒരു വകയിൽ ചില പേർക്ക് അത് നടക്കും, ചില പേർക്ക് അത് നടക്കുകയില്ല. മീൻസ് നടക്കും, പക്ഷെ അത് കാലതാമസം വരും. ഇതിനാൽ നമുക്ക് മാത്രം ഇങ്ങനെ നടക്കുന്നില്ല. ഇപ്പോൾ പല പേർ സക്സസ് സ്റ്റോറി പറയുമ്പോൾ നമ്മളെല്ലാവർക്കും തോന്നുന്നത് അവർക്കെല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു, അവർക്ക് നല്ലതായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. നമുക്ക് മാത്രം എന്താ നടക്കാത്തത്? നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഒന്നും നന്നായിട്ട് നടക്കാത്തത്? നമ്മളും നന്നായിട്ടല്ലേ പൂജയെല്ലാം ചെയ്യുന്നത്, എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആകുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് എല്ലാവരുടെ മനസ്സുകളിലും ഓടിയിട്ടേ ഇരിക്കും അല്ലേ? എല്ലാത്തിനും ഒരു കാരണമിരിക്കുമല്ലോ. എന്നാൽ നമ്മുടെ കുലദൈവത്തിൻ്റെ ആശീർവാദം ഇരുന്നാലേ ഇത് എല്ലാം നടക്കും. ഇതാണ് നമ്മൾ ഫേസ്റ്റിലെ ഓർത്ത് വയ്ക്കേണ്ടത്. അതായത് നമ്മൾ ഏത് ദൈവത്തെ വേണേലും നമുക്ക് പ്രാർത്ഥിക്കാം, പൂജിക്കാം, എന്ത് വേണേലും ചെയ്യാം. അത് വരാഹിയമ്മയോ വിനായകരോ ദുർഗാദേവിയോ സമ്പത്കരി ദേവിയോ ഏത് ദൈവത്തെ വേണമെങ്കിലും അവരെ എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏത് ദൈവത്തെ പ്രാർത്ഥിച്ചാലും കുലദൈവം എന്നത് നിങ്ങൾക്ക് വീട് മാതിരിയാണ്, അമ്മ വീട് പോലെ. ആ കുലദൈവത്തെ നമ്മൾ മറക്കാനേ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്താലും ആദ്യം
കുലദൈവങ്ങളുടെ കൂടെ ഒരു അറ്റൻഡൻസ് എടുത്ത ശേഷം അവരോട് ചെയ്യേണ്ടത് ചെയ്തിട്ട്, മീൻസ് പറയേണ്ടത് പറഞ്ഞ് പ്രാർത്ഥിച്ച് വന്നിട്ട് വേണം നിങ്ങൾ മറ്റുള്ള ദൈവങ്ങളെ നോക്കേണ്ടത്. ഇത് ഒരു ഐതിഹ്യമായിട്ട് ഇരിക്കുന്നതാണ്. ഇത് നിങ്ങൾ മാസത്തിൽ 1 ടൈമെങ്കിലും സ്വന്തം നാട്ടിൽ പോയിട്ട് ആ കുലദൈവ കോവിലിൽ പോയിട്ട് അവിടെ ഇരിക്കുന്ന കുലദൈവത്തെ പ്രാർത്ഥിച്ചോളുക. ഇത് കുലദൈവം ആരെന്ന് അറിയാവുന്നവർക്കായിട്ട്. ഇനി കുലദൈവം ആരെന്ന് അറിയാത്തവർക്കായിട്ട്, അവരാണ് എന്നെ കൂടുതലും സമീപിച്ചിരുന്നത്, അവർക്കായിട്ട് ഞാൻ പറയാം. വരാഹി അമ്മയെ നിങ്ങൾ കുലദൈവമായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇത് മനസ്സിൽ വെച്ച് നിങ്ങൾ അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ രാത്രി ഉറക്കത്തിൽ നിങ്ങൾക്ക് സ്വപ്നത്തിൽ ഏതോ ഒരു രൂപത്തിൽ കുലദൈവത്തെ അമ്മ നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനെയുള്ള ഒരു അവസരം അമ്മ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. മനസ്സിലായോ? കുലദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാതെ ഇരുന്നാൽ നമുക്ക് കാര്യതടസ്സം, എന്ത് ചെയ്താലും ഉയർച്ചയില്ലായ്മ, പണം എത്ര സമ്പാദിച്ചാലും നമുക്ക് മുന്നേറ്റമില്ല. നമ്മളിങ്ങനെ സമ്പാദിച്ചു കൊണ്ടേയിരിക്കുന്നു, ഒരു സൈഡിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു, ഒരു മുന്നേറ്റവുമില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് നിറയെയുണ്ട് നമ്മൾ കുലദൈവത്തിനെ വേണ്ടുവോളം നമ്മൾ പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ. ഈ കുലദൈവത്തിൻ്റെ ആശീർവാദം വാങ്ങാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നതിനായിട്ടാണ് ഇന്നത്തെ ഈ പരിഹാരം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മനസ്സിലായോ? കുലദൈവത്തെ അറിയുന്നവർ അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കാനായിട്ട് ഫസ്റ്റ് കുലദൈവത്തെയും പിന്നെ വരാഹിയമ്മയെയും മനസ്സിൽ പ്രാർത്ഥിച്ച് അമ്മയുടെ ഈ മന്ത്രവും ചൊല്ലിയിട്ട് ഇത് ചെയ്യുക. കുലദൈവം ആരെന്ന് അറിയാത്തവർ വരാഹിയമ്മയെ കുലദൈവമായി കരുതിക്കൊള്ളുക. എന്നിട്ട് അമ്മയുടെ മന്ത്രവും ചൊല്ലി ഇത് ചെയ്തോളുക. കാരണം നിറയെ പേർക്ക് സ്വാമി ആരെന്നറിയില്ല. അപ്പോൾ വരാഹിയമ്മയോട് നിങ്ങൾ കുലദൈവത്തെ കാണിച്ചു തരൂ അമ്മേ എന്ന് നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇത് ചെയ്തോളുക. സ്വപ്നത്തിൽ ഏതോ ഒരു രൂപത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് രൂപം അമ്മ കാണിച്ച് തന്നിരിക്കും. 3 ടൈംസ് തുടർന്ന് ഒരു ദൈവം വരുന്നു എങ്കിൽ, മീൻസ് നമ്മുടെ സ്വപ്നത്തിൽ ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ വയസ്സായവരുടെ രൂപത്തിലോ ഈ കോവിലിൽ നിങ്ങൾ പോകൂ, ഇത് ചെയ്യൂ, വരൂ വരൂ എന്ന് വിളിക്കുന്ന രീതിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. അത് കൃത്യമായിട്ട് നിങ്ങൾക്കത് വന്നിരിക്കും സ്വപ്നത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾക്കത് മനസ്സിലാവും, നമുക്കറിയാൻ പറ്റും അതാണ് നമ്മുടെ കുലദൈവം, അത് തന്നെയാണ് നമ്മുടെ കുലദൈവമെന്ന്. അതിനാൽ വരാഹിയമ്മയുടെ മുന്നേ ഇത് നിങ്ങൾ ചെയ്തോളുക. ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് നോക്കിക്കൊള്ളുക. കല്ലുപ്പ് വന്നിട്ട് ഒരു മൺപാത്രത്തിലോ ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ എടുത്തോളുക. എന്നിട്ട് പരത്തി വയ്ക്കുക. കല്ലുപ്പ് നിറച്ച് വയ്ക്കണം. അതിന് മേലെയായിട്ട് കാമ്പ് നുള്ളിയെടുത്ത ഒരേ ഒരു വെറ്റില വയ്ക്കണം. മനസ്സിലായല്ലോ? ദെൻ കുറച്ച് പച്ചക്കർപ്പൂരം വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരേ ഒരു പീസ് മഞ്ഞൾ വയ്ക്കുക. എന്നിട്ട് ഇതെല്ലാം വച്ചല്ലോ, എന്നിട്ട് പറയുക, എൻ്റെ ലൈഫിൽ എങ്ങനെയുള്ള തടസ്സമിരുന്നാലും ഇനിമേൽ അമ്മേ, എൻ്റെ കുലദൈവമേ, നിങ്ങളുടെ ആശീർവാദം എനിക്ക് വേണം. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തിരുന്നാൽ എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ രൂപത്തെ വന്ന് എനിക്ക് കാണിച്ചു തരണം എന്ന് നിങ്ങൾ പറയുക. എന്നിട്ട് എവിടെ ഇരുന്നാലും നിങ്ങളുടെ ആശീർവാദം തരണേ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാം എന്ന് കുലദൈവത്തോട് അപേക്ഷിക്കുക. എന്നിട്ട് നിങ്ങളിത് ചെയ്തോളുക. ഇത് ഒത്തിരി മികവാർന്ന ഒരു പരിഹാരമാണ്. ഇത് ചെയ്യാവുന്നത് തേഴ്സ്ഡേയും മൺഡേയുമാണ്. ഏത് ദിവസവും ചെയ്യാം, പക്ഷേ കൂടുതലും നല്ലത് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ചെയ്യുന്നതാണ്. ഈ 2 ദിവസവും പെർഫെക്റ്റ് ഡേയ്സ് എന്ന് പറയാവുന്നതാണ്. ജീവിതത്തിൽ കിട്ടുന്ന പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളിൽ പരിഹാരം ചെയ്യുമ്പോൾ എങ്ങനെയുള്ള വിഷയങ്ങളായിരുന്നാലും തടസ്സമില്ലാതെ നിങ്ങൾക്ക് നടന്നു കിട്ടും. ഇത് വന്നിട്ട് നിങ്ങൾക്ക് രാവിലെയും ചെയ്യാം, രാത്രിയും ചെയ്യാം. രാവിലെ ഒരു 8:30 മണിക്ക് മുന്നേ ചെയ്യുക. വൈകുന്നേരത്ത് നിങ്ങൾ രാത്രി ഒരു 6:30ക്ക് മേലെ ചെയ്യുക. കാണുന്നുണ്ടല്ലോ?
ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്തിട്ട് ഇത് പൂജാറയിലോ ഇല്ലെങ്കിൽ പൂജാറ ഇല്ലാത്തവർക്ക് വരാഹിയമ്മയെ നിങ്ങൾ എവിടെ വെച്ചാണോ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്, എവിടെ ഇരുന്നാണോ പ്രാർത്ഥിക്കുന്നത് അവിടെ ഇത് വച്ചിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം പറയുക. ഇതുവരെ അനുഭവിച്ച കഷ്ടം എല്ലാം പറയുക. അമ്മേ, ഞാൻ ഇതുവരെ അനുഭവിച്ച കഷ്ടം എല്ലാം മതി, എല്ലാ തടസ്സവും മാറ്റി നല്ല ഒരു വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞ് കുലദൈവത്തെ പ്രാർത്ഥിച്ച് ഇത് നിങ്ങൾ ചെയ്തോളുക. ഇത് ചെയ്യുന്ന സമയത്ത് അമ്മയുടെ ഈ ഒരു മന്ത്രം കൂടെ ചൊല്ലുക. ഈ മന്ത്രം കുറഞ്ഞത് 11 തവണ ചൊല്ലുക. 11 തവണ ചൊല്ലുക എന്ന് പറഞ്ഞാൽ സമയമില്ലാത്തവർ, സമയമുള്ളവർ 48 തവണയോ 108 തവണയോ നിങ്ങളെക്കൊണ്ട് എത്രത്തോളം ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം ചൊല്ലുക. അതിന് വേണ്ടിയ ബെനിഫിറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ആ മഹാമന്ത്രം ഇതാണ്: ഓം ശുഭവാരിണ്യൈ നമഃ, ഓം ശുഭവാരിണ്യൈ നമഃ, ഓം ശുഭവാരിണ്യൈ നമഃ, ഓം ശുഭവാരിണ്യൈ നമഃ, ഓം ശുഭവാരിണ്യൈ നമഃ. വിശ്വാസത്തോടു കൂടി നിങ്ങളിത് ചെയ്തോളുക. കുലദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. സോ മറക്കാതെ ചെയ്യുക. ദിവസം തേഴ്സ്ഡേ ചെയ്യാം, പിന്നെ മൺഡേയും ചെയ്യാം. ഏതെങ്കിലും ഒരു ദിവസം സെലക്ട് ചെയ്ത് ചെയ്തോളുക. വേറൊന്ന് 3 ദിവസം അടുപ്പിച്ച് ചെയ്യണം. അതായത് 3 ദിവസം എന്ന് പറഞ്ഞാൽ 3 തേഴ്സ്ഡേ. ഈ തേഴ്സ്ഡേ ചെയ്താൽ നെക്സ്റ്റ് തേഴ്സ്ഡേ അതിൻ്റെ അടുത്ത തേഴ്സ്ഡേ, 3 ദിവസം 3 തേഴ്സ്ഡേ അടുപ്പിച്ച് ചെയ്യുക. അതുപോലെ മൺഡേ ആണെങ്കിൽ ഈ മൺഡേ ചെയ്താൽ നെക്സ്റ്റ് മൺഡേ അതിൻ്റെ അടുത്ത മൺഡേ. മിങ്കിൾ ചെയ്യരുത്. തേഴ്സ്ഡേ ചെയ്തിട്ട് മൺഡേ ചെയ്യാമെന്ന് വിചാരിക്കരുത്. തേഴ്സ്ഡേ ആണെങ്കിൽ തേഴ്സ്ഡേ തന്നെ ചെയ്യുക, മൺഡേ ആണെങ്കിൽ മൺഡേ തന്നെ ചെയ്യുക. പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. പറയാൻ വിട്ടുപോയ കാര്യം, നമ്മൾ ഈ പരിഹാരമായി ചെയ്തത്, അതായത് ഒരു പ്ലേറ്റിൻ്റെ മേലെ ഉപ്പ് പരത്തി വെച്ച് അതിൻ്റെ മേലെ വെറ്റിലയും കർപ്പൂരവും മഞ്ഞളും വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് പൂജാ റൂമിൽ തന്നെ വെക്കുക. അത് പൂജാ റൂമല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് പറ്റുന്നത് അവിടെ വെച്ചിട്ട് ഒരു ഓവർ നൈറ്റ് ഫുള്ളായിട്ട് വെച്ചേക്കുക. അന്ന് രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് എഴുന്നേറ്റ ഉടനെ തന്നെ കൈകാൽ മുഖം കഴുകി ഇതെടുത്തിട്ട് ഉപ്പ് വന്നിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൽ അലിയിച്ച് കളയാവുന്നതാണ്. ബാക്കിയുള്ള തിങ്സ് എല്ലാം കാൽപ്പെടാത്ത ഇടത്തിലോട്ട് എറിഞ്ഞു കളയുക. എന്നിട്ട് വന്ന് കുളിക്കുക. കുളിക്കുന്നതിന് മുന്നേ മാത്രം ഇത് ചെയ്യുക. കുളിച്ച് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ പാടില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടാതെ ഒരു ലൈക്കും കൊടുത്തേക്കണേ. ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.